ഹായ് ഫ്രണ്ട്സ്, കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വന്നിരിക്കുന്നത് ഇന്ന് നമ്മുടെ ഇത് കണ്ടോ, നമ്മുടെ പുതിയ ഫ്രോഗും ചൂണ്ടയായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ പാടത്ത് ഇഷ്ടംപോലെ വരാലും ചേർന്നതിനെ കൊണ്ട് അപ്പോൾ നമ്മളിന്ന് അടിക്കാണ്ട് വന്നതാണ്. നമ്മൾ കുറച്ച് സ്ഥലത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും വരാഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ബ്രാവോയുടെ ഫ്രോഗ് കൊണ്ട് എത്ര വരൽ പിടിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കാറിങ്ങി കേട്ടോ. അപ്പോൾ ഈ പാടത്ത് നമ്മുടെ അടുത്ത പാടത്തിനാണ്, പാടത്തിന് പേരൊന്നും പറയുന്നില്ല, അടുത്ത പാടത്തിനാണ്. അപ്പോൾ ഈ പാടത്തുനിന്ന് മീൻ പിടിച്ച് കയറ്റുന്ന വീഡിയോ കാണുമ്പോൾ ഈ കൊച്ചുവെള്ളത്തെ ഞങ്ങളുണ്ട് കേട്ടോ. എത്രത്തോളം വീഡിയോ ക്ലിയർ ആണെന്ന് അറിയത്തില്ല, കാരണം സലേഷൻ തന്നെ വീഡിയോ എടുക്കുന്നത് തുഴയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെതായ പോരാ മുതലാണ് ചിലപ്പോൾ കണ്ടേക്കും. എന്തായാലും വീഡിയോയിലേക്ക് പോലെ ഇതാണ് ഫ്രോഗ് കേട്ടോ. ഇതിനാണ് കാസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഹെന്നെന്ന് പറയും ബ്രാവോയുടെ. ഓക്കെ, അടിച്ചടാ അടിച്ച് എല്ലാം വരാനാണ്. അടിച്ചു മക്കളെ, എന്നാ സാധനം 1 കിലോ സൈസ് ഉണ്ട്. ഓ, കയറി കിട്ടും. ചാക്കില്ലേ? ചാക്കുണ്ടല്ലേ. അങ്ങനെ ഈ കായപ്പുറം മൊത്തം കറങ്ങി നടന്നിട്ട് ഒരു വരാലടിച്ച്. ഇരുട്ട അവിടെ അല്ലേ കേട്ടല്ലേ. ഇടയ്ക്ക് നമ്മുടെ കണ്ടോ 1 കിലോ സൈസ് കേട്ടോ. അല്ലേഷണ അങ്ങനെ ഉണ്ട് നമ്മുടെ അടിപൊളി. കുറേ നേരമായി നമ്മൾ ചുമ്മാ കറങ്ങിയതാ. അതിൻ്റെ പ്രയോജനം ഉണ്ടായല്ലേ. എനിക്ക് ഞാൻ ഒന്ന് അടിച്ചോട്ടെ. വെള്ളത്തിലായതുകൊണ്ട് ഭയങ്കര പാടല്ലേണ്ണ. വേണ്ടിട്ടുണ്ട് ഊരി കിടക്ക് കേട്ടോ. ചാക്കിലിട്ടാ മതി, അധികം കിടന്ന് വേറെ വരാനില്ലല്ലോ നമുക്ക്. അതുകൊണ്ടാ 3-4 പിടിക്കണം നമുക്ക്. കയറ്റിയോ? അത് കാണിച്ചു പോയാൽ നമ്മൾ വല പിടിക്കുമല്ലേ. പോയാൽ പോട്ടണ്ട, അത്രേ ഉള്ളൂ. നമ്മളങ്ങനെ ഇടുക്കച്ച സാധനം കേട്ടോ. പൊളി ഇങ്ങനത്തെ അവിടെ കിടക്കുന്നതല്ലടാ, ഈ വലിപ്പമുള്ള കിടക്കുന്നത്. അപ്പോൾ ഓക്കെ,
അടിച്ച് ആ അടിച്ച് ആ ഓ അടിച്ച് എൻ്റെ മോനെ പോകാതിരുന്നാ ഭാഗ്യം. എടാ അടുത്ത സാധനം എന്താ സാധനമാണ് അത്? കൊള കരിവീട്ടി സാധനമാണ്, നാടനാ കേട്ടോ. ആണ് തനി നാടൻ സാധനം അത്. എൻ്റെ പൊന്നളിയാ, ഞാൻ വെള്ളം പറിക്കരുത്. വിട്ടെന്ന് പറഞ്ഞില്ല കേട്ടോ, വിട്ട് കണ്ടുപോയി. ഇപ്പോഴാ സന്തോഷമായതല്ലേ? അതെ, രണ്ടാം സാധനം. നോക്കി കാണിച്ചേ. ഉണ്ടേ അല്ലല്ല പാട് ആ മൂത്ത സാധനത്തിലേക്ക് വേണം. എവിടെയെങ്കിലും ചെന്നൊക്കെ ഇടിക്കുന്ന ഓക്കെ അല്ലേ? നോക്കി കണ്ടാ, 1 കിലോ ഉണ്ടാകും കേട്ടോ. അതുകൊണ്ട് വീട്ടിലെ സാധനം തനി കാട്ടണേ, ഡിസൈൻ നോക്കിക്കണ്ട, പിന്നെ കൊടുക്കാൻ തോന്നില്ല. അങ്ങനെ രണ്ടാമത്തെ അടിപൊളി കേട്ടോ. കാണാമല്ലോ അല്ലേ? സ്ട്രൈക്ക് പെട്ടെന്ന് നമുക്ക് അല്ലേ? അടിപൊളി ഐറ്റം. ഓക്കെ ഓക്കെ, കിട്ടിയ രണ്ടും സൂപ്പർ സാധനമാണ്. പക്ഷേ ഇത് ഗ്രിപ്പർ ഇല്ലല്ലേ? ജിപ്പർ ഉണ്ട്, എടുത്തില്ല. ജിപ്പർ ഇടാതെ കിട്ടത്തില്ലടാ, നമ്മൾ പ്ലാൻ ഇല്ലാതെ പോകണം. അതെ, റോയിന് വരുവാൻ കണ്ടോ? കൊള്ളാം, അടുത്ത് അടിച്ചിട്ടുണ്ട്. അത് ഇടത്തറിയ ഊരിക്ക്. അങ്ങനെ മൂന്നാമത്തെ ഇവിടെ നമ്മൾ ചുമ്മാ ഒന്ന് വലിച്ചപ്പോൾ നമുക്ക് മൂന്നാമത്തെ വരാലും കിട്ടിയിരിക്കുക. എന്താ അത് അടിപൊളി കുക്കാ അല്ലേ? ഇത് അണ്ണാക്കി പോയി. ഭയങ്കര കുക്ക അല്ല, അണ്ണാക്കി പോയി പുതിയത് ആണോ? എന്താ വെള്ളത്തിലായോണ്ട് പിന്നെ പിടിച്ചേ അതെ, കൈകാര്യം ചെയ്യാൻ പാടാ. ചാക്ക ഞാൻ നിവർത്ത് തരാം. ആ അടുത്ത അടിച്ചടാ, അടിച്ചോടാ. അനക്കൊന്നും കാണുന്നില്ല. ആ കൊള്ള, ആ മയിൽ, ആ കൊള്ള, ആ പോയി പോയി. എന്താ പറയാ, പോയി. എന്താ പറയാ, പോയത് പോയി. ഒന്നും പോയില്ല. അതെ, നാലാമത്തെ വരാലായിരുന്നു, അത് പോയി. ഒട്ടം വരാലായിരുന്നു. അതെ, പോയതൊക്കെ പോയി. ഒരു ചെറിയ തെറി വന്നിട്ടുണ്ട്. മുടിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് വീഡിയോയ്ക്കകത്ത്. അത് കുഴപ്പമുണ്ടോ? അപ്പൊ ഏകദേശം സമാപനമായത്. ഇനി കാണുമോ? ചുമ്മാ അടിച്ചാൽ മതിയടാ, ഇങ്ങനെ നടന്നുണ്ട്. ഈ പോളക്കകത്തൊക്കെ ഇങ്ങനെ ഊപ്പ് വെട്ടാനായിട്ട് വന്ന് നിൽക്കും. അതിൽ നാടൻ വരാല്ല.
സാധനം കണ്ടോ? സ്പിന്നറൊക്കെ പോയി. സ്പിന്നർ സ്പിന്നറൊക്കെ പോയി. സ്പിന്നർ അടിച്ചു പോയി അല്ലേ? അതെല്ലാം പോയി. സ്പിന്നർ അത് കൊണ്ടുപോയായിരിക്കും അല്ലേ? പിന്നെ ആ അത് വയറ് നിറയുമായിരിക്കും. ഇങ്ങനെ പോകാനാ? ആ ഏ പാലക്കാട് സ്റ്റൈല്. അമ്മായി ചായ ഉണ്ടോ അമ്മായി? അപ്പോൾ നമ്മൾ വരാൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് തൂക്കി കാണിക്കാം അല്ലേടാ? അമ്മായിയുടെ കടയൊന്ന് ഫേമസ് ആകട്ടെ. അതെ ചായ കുടിക്കാൻ പോവാണ്. 2 ചായ ആ എന്നെ അമ്മായി സിനിമയിൽ എടുക്കുക. ആ എന്നാ ഉണ്ട്? എവിടെ പോവോ? മുട്ടയോ? ആ ഇപ്പം നോക്കട്ടെ. കോഴിമുട്ട അടിപൊളി സാധനമാണല്ലോ. നാടൻ മുട്ട ആർക്കെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഒരു പരസ്യം അടിച്ചാലോ? നാടൻ മുട്ട ഇട്ട് വേണം. പൈസ എടുത്തില്ല. പൈസ ഇവിടുന്ന് മേടിക്കും. ഇത് കൊടുത്താൽ മതി. നാടൻ മുട്ടക്കച്ചവടമായി നമ്മുടെ ഒരു ചേച്ചി വന്നിരിക്കുകയാണ്. ഗൂഗിൾ പേ ഇല്ലേ? ഇല്ലേ? അപ്പോൾ ശരി, ഓക്കെ. ഇപ്പോൾ ഞങ്ങളുടെ ഈ റെഡി ക്യാഷ് ഇല്ല. അത് വരാലൊക്കെ ഒന്ന് കൊടുക്കട്ടെ. വരാൽ കിലോ 350. കാലിച്ചായ പേരപ്പയുടെ കാലിച്ചായ കേട്ടോ. ചായ, ചൂട് ചായ, ഫ്രഷ് ചായ എല്ലാം അമ്മ ഇവിടെ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. സിനിമയല്ല, സീരിയല്. ഇപ്പം ഞങ്ങളാണ് നമുക്ക് കിട്ടിയ മീനെ കാണിച്ചിട്ടുണ്ടല്ലോ. നല്ല 2-3 ഉള്ളു, പക്ഷേ ഉണ്ടല്ലോ സൈസ് സാധനമാണ്. കേട്ടെ കീറി കറിയാണല്ലോ. ഓക്കെ, എല്ലാം വരാറുണ്ട്. ഇതിനിടെ തേങ്ങയൊക്കെ ഉണ്ട്. ഇതെത്ര വെയിറ്റ് വന്നല്ലേ? ആഹാ, ഇത് കണ്ടോണ ചെറിയ വരാലാണ്. എന്നാ വരാനുള്ളൂ. എന്നാ ഇത് തൂക്കിയിട്ടുള്ള കാര്യം. തൂക്കിയിട്ടായുള്ളൂ. ഇത് കണ്ടത് ആ കൂട്ടത്തിൽ തേങ്ങയുണ്ട്. എന്താ അല്ല കീട്ടിനെ വരാൻ കേട്ടോ. നല്ല സെയിം ഒന്നുമില്ലടാ. സെയിം അല്ല ഏതാണ്ടൊക്കെ അല്ലേ? ഏതാണ്ട് സെയിം. ഒരെണ്ണം മാത്രമേ ശകലം ഇതിൻ്റെ അതേ ഇതിനോട്ട് നോക്കി. ഇത് ചെറുതൊന്നുമല്ല. ഇത് നോക്കി അതാരൊക്കെയാണ് നമുക്ക് ഒരെണ്ണം തൂക്കി നോക്കാം. ഒരെണ്ണം തൂക്കി നോക്കാം. ഇത് നമുക്ക് കണ്ടോ തൂക്കി നോക്കേ. ഒന്ന് 300. കാണാൻ ഇവിടെ ഒന്ന് 150 എനിക്ക് കണ്ടോ? ഇങ്ങനെ കിട്ടുന്നു. അങ്ങനെ ഇട്ടത്തുള്ളത് ആണോ? 1,150. 1,250. അത് തന്നെ. അത് മൊത്തം തൂക്കിയതേ. ആ, കവറിനകത്ത് കയറുന്നില്ല. കവർ ഇടിച്ച് പൊട്ടിക്കുകയും തോന്നുന്നു. ഇതൊക്കെ കേട്ടോ. ആ കൂടിപ്പോൾ പഞ്ചറാവും. ആ വരാൽ അത്ര ഉഴുത്തതാ. ചെറിയ വരാനല്ല വരുന്നേ. ഇത് കണ്ടോ നോക്കാം. കിടുക്കം വരാം കേട്ടോ. 2,764. 2,764.
3 കിലോയ്ക്ക് 300 ഗ്രാം ഉണ്ട്. ഒരാൾ വാലെടുക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങളുടെ വീഡിയോ ഞങ്ങൾ കുറച്ചാളെ വീഡിയോ ഇട്ട്. അപ്പോൾ ഇനി ഞങ്ങൾ അങ്ങോട്ട് ആക്റ്റീവായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് നല്ല വീഡിയോ ഇട്ട് വരണം. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വരാതെ പോയി അതായിട്ടും സങ്കടമായി വരണം. അടുത്ത വീട്ടിലേക്ക് പോലെ അതെ, കൊള്ളാമല്ലോ, ഒന്ന് നോക്കിയാട്ടോ. നമുക്കിന്ന് 1 മണിക്കൂർ കൊണ്ട് കിട്ടി വരാലോ കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരെണ്ണം പോയതിൻ്റെ സങ്കടത്തിലാണ് ഇരിക്കുന്നത്. എന്നാലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കേട്ടോ. ഇത്രയും കിട്ടിയാലും 2,700 എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? 350 കിലോയ്ക്ക് ഉണ്ടോ ഒരാൾ അല്ലേ? 10,700, 700, 800, 1,950 രൂപയും കിട്ടുന്നുണ്ട് അല്ലേ? അതെ, പോട്ടെ. 1 മണിക്കൂർ കൊണ്ട് കിട്ടിയാൽ. അതെ. ടാറ്റാ.